പിത്താതി കോപാത്, വാദം കൊണ്ടും പിത്തം കൊണ്ടും കോപിച്ചിട്ടുള്ള അസുഖങ്ങൾ. ഒരു മനുഷ്യൻ ദുബായിലുണ്ടായ ഒരു നറുക്കെടുപ്പിൽ നമ്മുടെ ഈ വാരഫലം കണ്ട് നമ്മളോട് ചോദിച്ച ഒരാൾക്കാണ് അതിനുള്ള 2ാം സമ്മാനം കിട്ടിയത്. ദൈവാധീനം ജഗത് സർവം കർമാധീനം. നിങ്ങൾക്ക് പേരും നാളും നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് ഇതിൽ കമന്റ് വെച്ച് നിങ്ങൾ ഫീസൊന്നും അടക്കേണ്ടതില്ല. ഇവിടെ എല്ലാ ദിവസവും അതിന് അർച്ചനകൾ നിങ്ങളുടെ പേരിൽ നടത്തുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. 2026 ജൂലൈ മാസം 12 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലെ വാരഫലത്തെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരാഴ്ചയിലെ വാരഫലം എന്നുള്ളത് ഇടവക്കൂറിൽ മുതൽ കന്നിക്കൂർ വരെയാണ് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സംഭവം സഞ്ചാരം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ഒരാഴ്ചയിൽ 17-ാം തീയതിയോടുകൂടി കർക്കിടകൂറിലേക്ക് ആദിത്യൻ സഞ്ചരിക്കണു എന്നുള്ള ഒരു സംക്രമ വിശേഷവും കൂടിയുണ്ട്. അങ്ങനെ കർക്കിടകം 1-ാം തീയതി കൂടി വരുന്ന ഈ ഒരു വിശേഷപ്പെട്ട വാരത്തിൽ ഏതേത് നക്ഷത്രങ്ങൾക്കാണ് ജീവിതത്തിൽ ഭാഗ്യകാലം തെളിയുന്നത്, ഏതേത് നക്ഷത്രക്കാരാണ് കരുതലോടുകൂടി ജീവിതത്തെ കാണേണ്ടത്, ഏത് ആൾക്കാർക്കാണ് കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച്, മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ല അനുകൂലങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. 4-ാം ഭാവത്തിലുള്ള വ്യാഴം അവിടെ വക്രസഞ്ചാരം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വർഷകാലത്തോളം അവിടെ സ്ഥിതി ചെയ്യുകയാണ്. 12-ാം ഭാവത്തിലുള്ള ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഈ മാസം ഏതാണ്ട് 26-ാം തീയതിയോടുകൂടി പിന്നെ മാറ്റം വരാൻ വേണ്ടി തുടങ്ങുകയാണ്. അത്തരത്തിൽ മേടക്കൂറുകാർക്ക് ആദ്യം തന്നെ വളരെ അനുകൂലമായിട്ട് നമുക്ക് പറഞ്ഞു ചിന്തിക്കാം. 4-ാം ഭാവത്തിലേക്ക് ആദിത്യനും കൂടി വരുന്നതോടുകൂടി ഈ ഒരു വാരം വളരെ അനുകൂലമായി നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ കടബാധ്യതകളും ക്രമക്കേടുകളും ഉണ്ടാവാനുള്ള ഒരു വാരമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി ധനവിനിയോഗം ചെയ്യേണ്ടുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ നേത്രരോഗങ്ങളും അതോടൊപ്പം തന്നെ അകാരണമായ സംസാരങ്ങളിൽ ഏർപ്പെടുക, ദേഷ്യം കുറക്കുക, അതൊക്കെ ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ സഹോദര സൗഹൃദ ബന്ധങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും മേടക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങൾ വളരെ സുഗമമായി നടക്കുന്നതും അതോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിലെ ക്ലേശം വിട്ടുമാറുന്നതുമാണ് ഈ ഒരു മേടക്കൂറുകാർക്ക്. അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ അരിഷ്ടതകൾ ഉണ്ടാവും. സന്താനങ്ങൾക്ക് രോഗകാര്യങ്ങളും മറ്റുമായി ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു വാരമാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വളരെ അനുകൂലമാണ് എങ്കിൽ കാണേണ്ടത് ഈ ഒരു മേടക്കൂറുകാരെ സംബന്ധിച്ച്. ശുക്രൻ അവരുടെ 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കണു. അതോടൊപ്പം തന്നെ അവിടെ കേതുവും കൂടി സ്ഥിതി ചെയ്യണു എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ജാതക പരിശോധനയും കൂടി ചെയ്തു കഴിഞ്ഞാൽ, വേണ്ടുന്ന പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ വിവാഹ തടസ്സം ഉള്ളവർക്ക് അത് മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഏതാണ്ട് ഈ ഒരു വാരം എന്നുള്ളത് വളരെയധികം അനുകൂലത്തിൻ്റെ ഒരു തുടക്കമാണ്. ഏതാണ്ട് ഒരു വർഷത്തിലേക്കുള്ള നല്ല കാലത്തിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ ഒരു കർക്കിടകത്തിലേക്കുള്ള ഈ ഒരു വാരം മേടക്കൂറുകാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായ ക്രമക്കേടുകൾ ഉണ്ടാവാം. സാമ്പത്തികമായ പുരോഗതി ഈ ഒരു വാരം അവസാനത്തോടു കൂടി ഉണ്ടാവുന്നതാണ്. കർമ്മമേഖലയിൽ വളരെയധികം ശേഷിപ്പ് വർദ്ധിക്കുന്ന ഒരു വാരമായിട്ട് മേടക്കൂറുകാർക്ക് ഇതിനെ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ദൂര സഞ്ചാരങ്ങളും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്തുള്ളവരെ സംബന്ധിച്ചും അനുകൂലമായ കാലഘട്ടമാണ്. കാരണം ഈ 12-ാം ഭാവത്തിലുള്ള ശനിയുടെ വക്രം ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേയുള്ള ഒരു വാരമായതുകൊണ്ട് തന്നെ വളരെയധികം മാനസിക സമ്മർദ്ദം കുറയുന്ന ഒരു വിശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി തരപ്പെടാൻ സാധിക്കണം. അത്തരത്തിൽ ശനിക്ഷേത്ര ദർശനം ചെയ്യാം. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലങ്ങൾ വന്നു ചേരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് പിന്നീടുള്ള ഫലം. ഈ ഇടവക്കൂറിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം ഇടവക്കൂറിൽ നിന്നാണ് ചന്ദ്രന്റെ ഈ ഒരു വാരത്തിലെ സഞ്ചാരം നമ്മൾ ഗണിച്ചിട്ടുള്ളത്. അതോടൊപ്പം 2-ാം ഭാവത്തിൽ ആദിത്യനും ബുധനും, ആ ആദിത്യൻ 17-ാം തീയതിയോടുകൂടി കർക്കിടകൻ രാശിയിലേക്ക് മാറാൻ വേണ്ടി പോകുക. അതോടൊപ്പം കർക്കിടകൻ രാശിയിലുള്ള വ്യാഴവും ചിങ്ങൻ രാശിയിലുള്ള ശുക്രനും ഒക്കെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ് ഈ ഒരു ഇടവക്കൂറുകാർക്ക്. ഈ ഒരു 5-ാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രൻ രാശിനാഥൻ എന്നുള്ളത് വളരെയധികം ക്ലേശങ്ങളെയാണ് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക. പ്രത്യേകിച്ച് സന്താനങ്ങളെ കൊണ്ടുള്ള കാര്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും എന്നുള്ളതാണ് മറ്റു പറയാനുള്ളത്. സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ അലസതയുണ്ടാവാനും അതോടൊപ്പം കർമ്മമേഖലയിൽ ഒപ്പുള്ളവരിൽ നിന്നും ബുദ്ധിമുട്ടുകളും ഒരു 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 എന്താ പറയുക, ചതിവും വഞ്ചനയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതൊന്ന് കരുതിയിരിക്കുന്നത്
വളരെയധികം നല്ലതാണ്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള അലസത വിട്ടുമാറുന്ന ഒരു വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു ഉന്മേഷത്തോടു കൂടി പഠനത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിന് അതിലേക്ക് കടക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. വാഹനാദി ഭവന വിഷയങ്ങളിലുള്ള ക്ലേശങ്ങൾ തുടരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അതത് രാശി വെച്ച് നോക്കുകയോ അതോടൊപ്പം തന്നെ അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണ് ഈ ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ, അതോടൊപ്പം വീട് വാങ്ങുക, വാഹനാദി വിഷയത്തിൽ പല ആൾക്കാർ വരുമ്പോഴും വണ്ടിയുടെ കേസിലൊക്കെ പല വിഷമങ്ങൾ. ഇപ്പോൾ വാഹനം നിത്യം വണ്ടി ഓടിച്ച് ജീവിക്കുന്ന എത്രയോ ഡ്രൈവർമാർ നമ്മുടെ ചുറ്റുമില്ലേ, അവരിൽ നിന്നൊക്കെ പറയുമ്പോൾ പല വിഷമങ്ങളാണ്. അവരൊക്കെ നമ്മൾക്ക് നിസ്സാരം തോന്നുന്നത് അവരെയൊക്കെ ജീവിതത്തിൽ നല്ലതുപോലെ ബാധിക്കുകയാണ്. അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് ചെറിയ തോതിലുണ്ടാവും. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ശനിക്ഷേത്ര ദർശനം, മുത്തപ്പനെ ദർശിക്കുക, പറശ്ശിനിക്കടവിൽ പോവുക, അതൊക്കെ വളരെയധികം നല്ലതാണ്. പറശ്ശിനിക്കടവ് എന്നുള്ളത് വളരെയധികം നമുക്ക് ലളിതമായിട്ട് ആ ഒരു ചൈതന്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ്. പല നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നത് അറിയാലോ. അത്തരത്തിലൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കണം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ഇടവക്കൂറുകാരുടെ മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് തൊണ്ട സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, സന്ധിവേദനകൾ, അകാരണമായ അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ചകളും മറ്റൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹാദി വിഷയങ്ങളിൽ അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വാരത്തിൽ ക്ലേശമായി തീരാനാണ് ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ അത് ശ്രദ്ധിക്കുക, വിവാഹാദി കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. പ്രത്യേകിച്ച് ദമ്പതിമാരാണെങ്കിലും വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ വേണ്ടതുപോലെ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം കിട്ടണമെന്നില്ല ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഉമാമഹേശ്വര പൂജയോ വഴിപാടോ അർച്ചനയൊക്കെ ചെയ്യുന്നതാണ് അതിനുള്ള പരിഹാരം എന്നുള്ളതാണ്. ഈ മാസം ആരംഭിക്കുമ്പോൾ കർക്കടകം ആരംഭിക്കുകയാണ്. ഈ 17-ാം തീയതിയോട് കൂടിയിട്ട് അടുത്തുള്ള ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇടവക്കൂറുകാർക്ക് ഗണപതി ഹോമം കഴിപ്പിക്കുക, അതോടൊപ്പം തന്നെ വൈകിട്ട് ഭഗവതി സേവ നടത്തുക, തൊഴുത് പ്രസാദം വാങ്ങുക. ഇതൊക്കെ നമ്മളുടെ ദേശ ആചാരങ്ങളിൽപ്പെട്ട അനുഷ്ഠാനങ്ങളാണ് പണ്ട് കാലത്ത്. അതൊക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ ഒരു അനുഭൂതി ഉണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാനും കൂടിയാണ് നമ്മൾക്ക് സാധിക്കേണ്ടത്. ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശിരോരോഗം, അതോടൊപ്പം തന്നെ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം കരുതലോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു വാരവുമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നാരായണ കവച മന്ത്രം എന്നുള്ള മന്ത്രത്തെ കൊണ്ടുള്ള യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇടവക്കൂറുകാർക്ക് ഇത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. മകീര്യം, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മിഥുനക്കൂറിൽ ആദിത്യനും ബുധനും സ്ഥിതി ചെയ്യാണ്. 2-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കടകൻ രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതുവഴിയാണ് ചന്ദ്രന്റെ സഞ്ചാരവും ഈ മിഥുനം രാശിയിലൂടെയാണ് സഞ്ചരിക്കുക. അങ്ങനെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലായിട്ട് ശുക്രനും കേതുവും സ്ഥിതി ചെയ്യുകയാണ്. അവരുടെ കർമ്മരാശിയിൽ ശനി സഞ്ചരിക്കുക. ആ ശനി ഈ ഒരു ജൂലൈ മാസം അവസാനത്തോടു കൂടി വക്രസഞ്ചാരം തുടങ്ങാൻ വേണ്ടി പോകുക. അതോടൊപ്പം തന്നെ 12-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതാണ് ഈ ഒരു മിഥുനക്കൂറുകാരുടെ പൊതുവെയുള്ള ഈ ഒരു വാരത്തിലെ ഗ്രഹസ്ഥിതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം വർദ്ധിക്കുന്നതാണ് ഈ ഒരു വാരം ആദ്യത്തോടു കൂടി തന്നെ. മാനസികമായിട്ട് പല കാര്യങ്ങളിലും മാറ്റിവെച്ച ഏതാണ്ട് ഒരു മാസമായി അവരിൽ നിന്ന് മാറ്റിവെച്ച പല കാര്യങ്ങളും അവർ ഈ ഒരു വാരത്തോടു കൂടി തുടങ്ങുന്നതാണ്. കർമ്മ മേഖലയിൽ വമ്പിച്ച പുരോഗതി അവർക്കുണ്ടാവും. ഒരു ആത്മവിശ്വാസത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി നീങ്ങുന്ന പല ആൾക്കാരെയും ഈ ഒരു മിഥുനക്കൂറിൽ ഈ ഒരു വാരത്തിൽ കാണാം. അതോടൊപ്പം സാമ്പത്തികമായ വിഷമങ്ങൾ അത്രയധികം കുറയില്ലെങ്കിലും കുറേ നാളുകളായിട്ടുള്ള ക്ലേശങ്ങൾക്ക് ഒരു അയവ് വരുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ കുറച്ചുകൂടി സുഗമമായിട്ട് മാറുന്നത് കാണാം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ദിവസം വന്നില്ലേ എന്നൊക്കെ തോന്നുന്നത് പോലെ കടം തീരുന്ന ദിവസം, അങ്ങനെയൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. കടബാധ്യതകളൊക്കെ തീരുക എന്ന് പറയുന്നത് അതിനൊരു തുടക്കം, വളരെയധികം മാറ്റം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സാമ്പത്തിക കാര്യത്തിൽ. അതോടൊപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ടായ അലസതകൾ മാറും. വിദേശ പഠനത്തിനും മറ്റുള്ള കാര്യങ്ങളിലുള്ള വിഷയങ്ങൾ അവർക്ക് സുഗമമായി നടക്കും. അതോടൊപ്പം വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. സ്വന്തമായി വാഹനം വാങ്ങാനുള്ള യോഗം, സ്വന്തമായി ഭൂമി ആഗ്രഹിക്കുന്നവർക്ക്, കുറേ നാളുകളായി അന്വേഷിക്കുന്നവർക്കൊക്കെ തരപ്പെട്ട് കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള സമാധാനം ഉണ്ടാവുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഭവനത്തിൽ. കുടുംബാംഗങ്ങളുടെ സമാഗമങ്ങളായിരിക്കാം. മറ്റുള്ള വിഷയങ്ങളെ കൊണ്ട് മാനസിക ഊർജം വർദ്ധിക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും
ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങളുള്ള മിഥുനക്കൂറുകാരാണെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നിർബന്ധമായി നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമശിവായ എന്നുള്ള മഹാമന്ത്രത്തെ, പഞ്ചാക്ഷരി മന്ത്രത്തെ നിരന്തരം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ചെറുപ്പക്കാരായിട്ടുള്ളവർ, ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് ജോലി കരസ്ഥമാകുന്നതിനുള്ള ഒരു നല്ല കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതോടൊപ്പം പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ശനിക്ഷേത്ര ദർശനം ചെയ്യുക. ആ ശനിയുടെ 10ാം ഭാവത്തിലുള്ള കണ്ടകശനി എന്നുള്ള ദോഷം ഏറെക്കുറെ ഈ ഒരു മാസത്തോടു കൂടി ഒന്ന് കുറഞ്ഞു വരാനും കൂടി പോവുകയാണ്. കാരണം ആ വ്യാഴം പൂർണ്ണ ഉച്ച ബലമൊന്നും നൽകില്ലെങ്കിലും അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടികൾ വളരെ അനുകൂലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശനിയോട് കൂടിയിട്ടുള്ള ഏതാണ്ട് സമന്മാരായിട്ടുള്ള ഈ ഗ്രഹങ്ങളാണ് അവിടെ ഗുണങ്ങളും ദോഷങ്ങളെയും നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ശനിയുടെ ദോഷകാഠിന്യം കുറയും എന്നുള്ളതിൽ തർക്കമില്ല. ഈ ഒരു മാസത്തോടു കൂടിയിട്ട് അത്തരത്തിൽ നല്ലൊരു പ്രതീക്ഷയോടുകൂടി നീങ്ങാൻ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വാരം മുതൽ സാധിക്കുന്നതാണ്. കർക്കടക മാസം ആരംഭിക്കുമ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുന്നതും, പ്രത്യേകിച്ച് കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഗണപതി ഹോമം നടത്തുന്നതും, വൈകിട്ട് ഭഗവതി സേവയും ലളിതാ സഹസ്രനാമ പാരായണമൊക്കെ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ സാധിക്കണം. ഈ കർക്കടകത്തിൽ, ഈ വാരത്തിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഈ വാരത്തിൽ കർക്കടക മാസത്തിലെ 30 ആഴ്ചകൾ ഈ ഒരു വാരം തന്നെ ആരംഭിക്കുകയാണ്. അത്തരം വെള്ളിയാഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് ചേർന്ന് പോകാൻ സാധിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കടകൂറുകാരെ സംബന്ധിച്ചിട്ട് വ്യാഴം കർക്കടകൻ രാശിയിലേക്കാണ് രാശി സംക്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏതാണ്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. 12ാം ഭാവത്തിൽ ബുധൻ വീണ്ടും വക്രസഞ്ചാരം കൊണ്ടിരിക്കുകയാണ്. 12ാം ഭാവത്തിൽ ആദിത്യനും അതോടൊപ്പം തന്നെ ഈ 2ാം ഭാവത്തിൽ ശുക്രനും കേതുവും അവരുടെ 9ാം ഭാവത്തിൽ ശനിയും ഒക്കെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ കർക്കടകൂറുകാർക്ക് 11ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. ഇത്തരത്തിലുള്ള ഈ ഗ്രഹസ്ഥിതിയിൽ കർക്കടകൂറുകാർ വളരെയധികം കരുതൽ തന്നെ വേണ്ടുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള അലസതകൾ വിട്ടുമാറുന്ന ഒരു വാരമാണ്. മാനസികമായ ഊർജം അവർക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് ഒരു മാസമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ്. 12ാം ഭാവത്തിലുള്ള ആദിത്യൻ അവിടെ നിന്ന് മാറി ആ ഒരു കർക്കടകൻ രാശിയിലേക്ക്, സ്വക്ഷേത്രത്തിലേക്ക് വരുന്നതോടുകൂടി പല പല കാര്യങ്ങളിലും പെട്ടെന്ന് സുഗമമായി നടത്താൻ സാധിക്കും. മാറ്റിവെച്ച പദ്ധതികൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ വാരത്തിൽ ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ വമ്പിച്ച പുരോഗതിയാണ് കർക്കടകൂറുകാർക്ക് ഈ ശുക്രൻ പ്രദാനം ചെയ്യുന്നത്. ഈ 11ാം ഭാവപതിയായ ഈ ഒരു ശുക്രൻ 2ാം ഭാവത്തിൽ ആ ശുക്രക്ഷേത്രത്തിലുള്ള ചൊവ്വ അവിടെ യോഗം ചെയ്യുകയാണ്. ഇങ്ങനെ ചൊവ്വയും ശുക്രനും കേന്ദ്രയോഗത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സാമ്പത്തികമായ ക്രയവിക്രയം സുഗമമായി നടക്കും. അതോടൊപ്പം തന്നെ ഭൂമി ഇടപാടുകളിൽ ലാഭം ഉണ്ടാവും. അപ്രതീക്ഷിതമായ ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർ കളിയാക്കാറുണ്ട്. ഒരു 3 മാസം മുന്നേ ദുബായിലുണ്ടായ ഒരു നറുക്കെടുപ്പിൽ നമ്മുടെ ഈ വാരഫലം കണ്ട് നമ്മളോട് ചോദിച്ച ഒരാൾക്കാണ് അതിനുള്ള 2ാം സമ്മാനം കിട്ടിയത് എന്നുകൂടി അറിയിക്കാം. അത്തരത്തിലുള്ള ഭാഗ്യപരീക്ഷണത്തിന് അർഹരാകുന്ന നക്ഷത്രക്കാരാണ് ഈ ഒരു കർക്കടകൂറുകാർ ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക വരുമാനം അവർക്കുണ്ടാവും. സ്വർണലാഭം ഉണ്ടാവാം, വസ്ത്രലാഭം അവർക്ക് കിട്ടുന്നതാണ്. വിദേശ യാത്രകളും ദാമ്പത്യ ജീവിതവും ഒക്കെ വളരെയധികം മെച്ചപ്പെട്ടിരിക്കും. അതോടൊപ്പം തന്നെ ഈ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർ, അനവധി പ്രവാസികൾ വിളിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ജോലിയിലുള്ള ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ജോലി ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യണം. വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കണം. അതോടൊപ്പം നാരായണ കവചം എന്നുള്ള മഹാമന്ത്രത്തെ എഴുതിയിട്ടുള്ളതായ യന്ത്രം കയ്യിൽ വെക്കുന്നതും, അതോടൊപ്പം സുദർശന മഹായന്ത്രം കച്ചവട സ്ഥാപനങ്ങളിലും വാഹനാദികളിലും ഒക്കെ വെക്കുന്നത് കർക്കിടകൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക. 9ാം ഭാവത്തിലേക്കുള്ള ഈ ശനിയുടെ ദൃഷ്ടി എന്നുള്ളത് കർക്കിടകൂറുകാർക്ക് വേണ്ടതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർത്തീകരിക്കാവുന്ന മഹാഭാഗ്യങ്ങളാണ് എന്നാണ് അതിൽ നിന്ന് വളരെയധികം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഈ ഒരു വാരം വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും ചേർത്ത് വെക്കാൻ സാധിക്കണം കർക്കിടകൂറുകാർക്ക് എന്നുകൂടി പ്രാർത്ഥിക്കും. മകം, പൂരം, ഉത്ര നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. ചിങ്ങരാശിയിൽ ശുക്രനും അതോടൊപ്പം കേതുവും. അവരുടെ 11ാം ഭാവത്തിൽ ആദിത്യനും ബുധനും സഞ്ചരിക്കണം. ആദിത്യൻ 12ാം ഭാവത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. ചിങ്ങക്കൂറുകാരിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ഭയം വർദ്ധിക്കുന്ന ഒരു വാരമാണ്. അവർ വളരെയധികം കരുതലുകളും
അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും അവരുടെ തീരുമാനങ്ങൾ പാളിപ്പോകുന്ന, തെറ്റായി പോകുന്ന ഒരു വാരമായിട്ടാണ് മനസ്സിലാകുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. അതോടൊപ്പം ഈ ആദിത്യനും കൂടി ഈ ഒരു 12ാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പോൾ ആത്മപ്രഭാവം, അവരുടെ മനോബലം ഒന്ന് കുറയാനുള്ള ഒരു സാധ്യതയാണ്. ആ ഒരു മനസ്സിന്റെ ബലം കുറയുക എന്നുള്ളത് അവരുടെ ഒരു ഏകാഗ്രത കുറയും. അതോടൊപ്പം തന്നെ അവരുടെ കർമ്മ മേഖലയിലൊക്കെ അത് സ്വാധീനം ചെലുത്തും. അത്തരത്തിലൊരു കരുതലുകൾക്കുള്ള മുന്നറിയിപ്പാണ് ആദ്യം തന്നെ ചിങ്ങക്കൂറുകാർക്ക് പറയാനുള്ളത്. നിത്യ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങൾ അവർക്ക് വന്നു ചേരാനുണ്ട്. ഉദാഹരണം, വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അത്തരത്തിൽ കാര്യത്തിൽ അനുകൂലമായി വാഹന ലഭ്യതയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള അതിൻ്റെ പേപ്പർ വകകളൊക്കെ നേരെയാവാതെ വരിക, ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ക്ലേശങ്ങളോട് നിറഞ്ഞ ഒരു വാരമായിരിക്കാം. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ഏറെക്കുറെ ആ ഒരു ദോഷങ്ങൾ കാഠിന്യം കുറയും. അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതും കൃഷ്ണനെ ഭജിക്കുന്നതും പാൽപ്പായസം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ 12ാം ഭാവത്തിലേക്ക് വരുന്ന ആദിത്യൻ എന്ന രാശിനാഥനെ അനുകൂലത്തിൽ കൊണ്ടുവരാൻ നല്ലതുപോലെ ശ്രമിക്കേണ്ടുന്ന ഒരു മാസം തന്നെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് ഈ ഒരു മാസം കർക്കടകം കഴിയുന്നത് വരെ ചിങ്ങക്കൂറുകാർക്ക് ഒരു മനോബലം കൂട്ടിക്കൊണ്ടുവരാൻ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും പഞ്ചാക്ഷരി മന്ത്രം നിർബന്ധമായും ജപിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യത്തിലൊന്നും അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അതിൻ്റെ മാനസിക വിഷമം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഇന്ന് പല പല വിഷമങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ചുറ്റുപാടിൽ നിന്നും. അതിലൊന്നും പെടാതിരിക്കാൻ, അത്തരത്തിൽ വിഷമങ്ങളില്ലാതിരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാരുള്ള കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാരും ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർ നാരായണ കവച മന്ത്രം ധരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ ഒരു ഏകാഗ്രതയും ഒരു 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 ഉത്സാഹത്തിനും കാരണമായി മാറും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ഈ ഒരു വാരത്തിൽ ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വിദേശത്തുള്ളവരെ സംബന്ധിച്ചും വിദേശത്ത് പോകാൻ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് വലിയൊരു മാറ്റം വരുന്നതാണ്. അവർക്ക് വളരെ സുഗമമായിട്ട് നീങ്ങുന്നതാണ്. വിവാഹാദി വിഷയങ്ങളിൽ അനുകൂലപ്പെടും. കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി അവിടെ ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ടുണ്ടാവാനും പ്രണയിതാക്കളെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനും മറ്റുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. വാഹനാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതിയാണ്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും ഭൂമി ലാഭവും മറ്റുള്ളതൊക്കെ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൂർവികമായ സ്വത്തുവകകളിലൂടെയുള്ള ലാഭം ഒക്കെ ഈ ഒരു വാരത്തിൽ ശ്രദ്ധിക്കാം. മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് പാദരോഗം, അതോടൊപ്പം ഉദരരോഗം എന്നുള്ളവർ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ചിങ്ങക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. ഉത്രത്തിന്റെ അവസാന ഭാഗം മത്തം ചിത്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിക്കൂറുകാരുടെ 12ാം ഭാവത്തിൽ ശുക്രനും അതോടൊപ്പം തന്നെ കേതുവും സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം 11ാം ഭാവത്തിൽ മഹാവ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ആദിത്യനും കൂടി 11ാം ഭാവത്തിലേക്ക് വരികയാണ്. 10ാം ഭാവത്തിലേക്ക് ബുധനും ആദിത്യനും കൂടിയിട്ടാണ് ഈ ഒരു വാരം ആരംഭിക്കുക. 9ാം ഭാവത്തിലാണല്ലോ ചൊവ്വ, 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുക. ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്രഹസ്ഥിതിയിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലത്തിൽ വരുന്ന 2-3 ഗ്രഹങ്ങൾ എന്നുള്ളത് ഒന്ന് ഈ വ്യാഴവും അതോടൊപ്പം തന്നെ ഈ ആദിത്യൻ അനുകൂലത്തിലേക്ക് വരാൻ വേണ്ടി പോകുകയാണ്. അതോടൊപ്പം കർമ്മരാശിയിലുള്ള ബുധനും വളരെയധികം, ഈ രാശിനാഥനായ ബുധൻ ഏതെങ്കിലും ഒരു ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനുകൂലമായി വരേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടാണ് പറയേണ്ടത്. ഈ ഒരു വാരം മനസമാധാനത്തിന്റെ വാരമാണ്. ആരോഗ്യ കാര്യത്തിൽ വമ്പിച്ച പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവും. 9ാം ഭാവത്തിലുള്ള ഈ ചൊവ്വയുടെ സ്ഥിതി എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ടതാണ്. അത് അത്ര നിസാരമല്ല. അത് ഔഷധിയും ഭാഗ്യസിദ്ധിയും എന്നാണ്. ഔഷധ സേവയിലൂടെ ഭാഗ്യം സിദ്ധിക്കുക എന്നുകൂടി അതിന് അർത്ഥം വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം എന്താ, ഔഷധ രാശിയിലാണ് ആ ചൊവ്വ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരകഗ്രഹം അതോടൊപ്പം തന്നെ രക്തകാരകനും ശരീരകാരകനുമായ ആ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും വാദപിത്താദി കോപാത്, വാദം കൊണ്ടും പിത്തം കൊണ്ടും കോപിച്ചിട്ടുള്ള അസുഖങ്ങൾ, ഒരു മനുഷ്യന്റെ ഒരു പകുതിയോളം സഹജ രോഗങ്ങളൊക്കെ ഈ വാദപിത്തങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് എന്ന് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. അത്തരത്തിലുള്ളതിനൊക്കെ ക്രമീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുള്ള ഔഷധ സേവയൊക്കെ വളരെയധികം അനുകൂലത്തിൽ വരുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായ വമ്പിച്ച പുരോഗതി അവർക്കുണ്ടാവും. നിധി പോലുള്ള ഭാഗ്യങ്ങൾ, പൂർവികമായ സ്വത്തുവകകളും സ്വർണങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാണ്ട് ശനിയുടെ ദോഷങ്ങൾ വളരെയധികം കുറയും എന്നുള്ളതാണ്. ഈ 11ലുള്ള ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി
അവരെ സംബന്ധിച്ച് ഈ ഒരു മീനൻ രാശിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ 7.5 ശനിയുടെ കാഠിന്യം കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഔഷധത്തിനൊക്കെ ഫലം ചെയ്യാനുള്ള ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് ജോലി കിട്ടുന്ന ഒരു അത്ഭുതമാണ് ഈ ഒരു വർഷം മുഴുവനും ഉണ്ടാവാൻ പോകുന്നത്. അതോടൊപ്പം വിവാഹ കാര്യങ്ങളിൽ തടസ്സം നിന്നിട്ടുള്ള ആൾക്കാർക്ക് ഏതാണ്ട് ഒരു 1.5 വർഷത്തോളായിട്ട് വിവാഹ കാര്യങ്ങളിൽ ഒരു മാറ്റവും പുരോഗതി ഇല്ലാത്തവർക്ക് വിവാഹ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതും, അതോടൊപ്പം തന്നെ പ്രണയിതാക്കളെ സംബന്ധിച്ച് ഒരു മനസമാധാനം ഉണ്ടാവുന്നതും, അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ആരോഗ്യ കാര്യത്തിലുള്ള ഈ ഒരു രഹസ്യ രോഗങ്ങളൊക്കെ വിട്ടുമാറുന്നതും, അതോടൊപ്പം സ്ത്രീജന്യ രോഗങ്ങളൊക്കെ വിട്ടുമാറുന്നതിനുള്ള ഒരു മഹാഭാഗ്യം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ശനൈശ്വരായ നമ എന്നുള്ള മഹാമന്ത്രത്തെ നിങ്ങൾ ജപിക്കുന്നതും വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. നോക്കൂ, ഈ ഒരു കാലഘട്ടം ഈ കന്നിക്കൂറുകാർക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതാണ് ദൈവാധീനം എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സിംറ്റം എന്നുള്ളതാണ്. അങ്ങനെ ദൈവാധീനം ജഗത് സർവം കർമാധീനം തു ദൈവതം എന്നാണ്. നമ്മുടെ സത്കർമ്മങ്ങളും നമ്മുടെ മനസ്സും ഒരുപോലെ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവാധീനം എന്നുള്ള ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത്തരത്തിൽ ചേർത്ത് വെക്കാൻ ഈ ഒരു കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കട്ടെ. ചിത്തിരജ്യോതി വിശാഖത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ അവരുടെ 10ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാരത്തിൽ 10ാം ഭാവത്തിലേക്ക് ആദിത്യനും കൂടി വരാൻ വേണ്ടി പോവുകയാണ്. 9ാം ഭാവത്തിൽ ബുധനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാരം മുഴുവനും ഈ ഒരു തുലാവക്കൂറുകാർക്കെങ്കിൽ വളരെയധികം ഈശ്വരാധീനം നിറഞ്ഞ ഒരു വാരമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക. അവരുടെ ജീവിതത്തിൽ പലതരത്തിലും കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുന്നതും എല്ലാ കർമ്മ മേഖലയിലുള്ളവർക്കും പുരോഗതി ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠിക്കുന്നവരെ സംബന്ധിച്ചും അധ്യാപകന്മാരെ സംബന്ധിച്ചും വളരെയധികം ഉത്തരവാദിത്വമുള്ള മേഖലയിലേക്ക് അവർ കടക്കുന്നതിനും അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലവും അതോടൊപ്പം തന്നെ പ്രശംസയും അവർക്ക് കിട്ടുന്നതാണ്. തുലാവക്കൂറുകാർക്ക് പ്രത്യേകിച്ച് വിദ്യയുടെ കാര്യത്തിൽ വളരെയധികം അനുകൂലമാണ് ഉണ്ടാവുക. നോക്കുക, അത്തരത്തിലെങ്കിൽ അനാരോഗ്യ സ്ഥിതിയാണ് വളരെയധികം ക്ലേശകരമാക്കുക. ആരോഗ്യപരമായി ചെറിയ ചെറിയ അസുഖങ്ങൾ അവർക്ക് ഈ ഒരു വാരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവരുടെ കർമ്മരാശിയിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയത്ത് കർമ്മ മേഖലയിലുള്ള വമ്പിച്ച പുരോഗതിയും വിദേശ യാത്രകളും ദൂരദേശ യാത്രകളും അതോടൊപ്പം ആധ്യാത്മിക തീർത്ഥാടനങ്ങളും അവർക്ക് വളരെ യോഗ്യതയുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ ഭദ്രത അവർക്ക് ഉണ്ടാവേണ്ടതാണ് ഈ ഒരു വാരത്തിൽ. എങ്കിലും ക്രയവിക്രയങ്ങളിൽ വളരെയധികം കരുതലോടുകൂടി നീങ്ങുക. പ്രത്യേകിച്ച് ഭൂമിയെ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാവട്ടെ, അതോടൊപ്പം തന്നെ സ്ഥലമിടപാടുകളിലും അതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ വളരെ കരുതൽ ഉണ്ടാവുന്നത് നല്ലതാണ്. അതോടൊപ്പം സഹോദര സൗഹൃദ ബന്ധങ്ങൾ വളരെ രമ്യതയിൽ പോകാനുള്ള ഒരു വാരമാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി ലഭ്യതയുണ്ട്. അതോടൊപ്പം ആഭരണാദി യോഗവും ഈ ഒരു വാരത്തിൽ ബിസിനസ് ആരംഭിക്കുന്നതിനും മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ അനുകൂലമാണ് ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും ശനൈശ്വരായ നമ എന്നുള്ള മഹാമന്ത്രത്തെ ജപിക്കുക, ശനി കവചം ധരിക്കുക. ഇത് കച്ചവട സ്ഥാപനത്തിലും ഒക്കെ ഈ ഒരു ശനി കവചം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു നാരായണ കവചം വെക്കുന്നതും ഒക്കെ വളരെയധികം അനുകൂലത്തിലാണ് കൊണ്ടുവെക്കുക. അത്തരത്തിൽ മാനസിക ഊർജവും ചേർത്തുകൊണ്ട് നീങ്ങാൻ സാധിക്കട്ടെ ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറുകാരുടെ രാശിനാഥനായ ചൊവ്വ അവരുടെ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അഷ്ടമത്തിൽ ആദിത്യനും ബുധനും, 9ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 10ാം ഭാവത്തിൽ ശുക്രനും കേതുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാർക്ക് കിട്ടിയിട്ടുള്ളത്. വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിൽ ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇപ്പൊ നമ്മളുടെ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ തന്നെ ഒരു 4-5 വർഷമായി കേൾക്കുന്ന ആൾക്കാർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ മാറ്റം നമുക്ക് അറിയുന്ന ഉറപ്പോട് കൂടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ച കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു അവസ്ഥയിലല്ല ഈ ഒരു വർഷം ഏതാണ്ട് ഒരു 4 മാസത്തിനുള്ളിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. വളരെ കഷ്ടപ്പാടുകൾ മാറി, ആരോഗ്യ കാര്യം മെച്ചപ്പെട്ടു, കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടി, അതോടൊപ്പം സാമ്പത്തികമായ ഭദ്രത നിങ്ങൾക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് വൃശ്ചികക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ 9ാം ഭാവത്തിലേക്ക് വന്ന വ്യാഴമാണ് അതിന് പ്രധാനപ്പെട്ട കാരകൻ. അതോടൊപ്പം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചപ്പോഴുണ്ടായ കഷ്ടതകളൊക്കെ നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ഈ ഒരു
5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ആ കേന്ദ്ര ദോഷവും കൂടി ഇപ്പൊ മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം ആ കേന്ദ്രാധിപതിയും കൂടിയായ വ്യാഴം ആണ് നിങ്ങൾക്ക് വളരെ അനുകൂലത്തിൽ 9-ാം ഭാവത്തിൽ ധർമ്മദൈവ കാരകനായിട്ട് അവിടെ വർത്തിക്കുകയാണ് ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക്. അറിഞ്ഞു നീങ്ങുന്നവർക്ക് അതിന്റെ ഫലം കൊടുക്കുന്ന ഒരു ദൈവമായിട്ട്, ഈശ്വരനായിട്ട് നിങ്ങൾക്കതിനെ കാണാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അത്തരത്തിൽ വൃശ്ചികക്കൂറുകാരുടെ സാമ്പത്തിക പുരോഗതി, കുടുംബജീവിതത്തിലും വാഹനാദി വിഷയത്തിലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സൽസന്താന ഭാഗ്യം ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് നല്ലത് കേൾക്കാനും സന്താനങ്ങൾക്ക് ഉണ്ടാവുന്ന വിജയവും ഭാഗ്യവും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാവട്ടെ, വൃശ്ചികക്കൂറുകാർ മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക് അനാരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായിട്ട് കാണാം. മക്കളുടെ അടുത്ത് സന്ദർശിക്കുന്നതിനും വിദേശയാത്രകൾക്ക് പോകുന്നതിനും പലയിടത്ത് പോയി സഞ്ചരിക്കുന്നതിനും തീർത്ഥാടനത്തിനൊക്കെയുള്ള യോഗങ്ങൾ മധ്യവയസ്സിന് മുകളിലുള്ളവർക്കുണ്ട്. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഡ്രൈവർമാരെ പോലെയുള്ളവർക്കൊക്കെ വാഹനങ്ങൾ സ്വന്തമായി ആഗ്രഹിച്ച് കുറേ നാളുകളായി സ്വന്തമായി ഒരു വാഹനം എന്നിങ്ങനെ ആഗ്രഹിച്ചവർക്ക് അത് കരസ്ഥമാകുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ പുതിയ ഭവനം എടുക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമിയിലുണ്ടായ വിഷമങ്ങളും കേടുപാടുകളും തർക്കങ്ങളും ഇങ്ങനെ പലതും ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ വിട്ടുമാറുന്ന ഒരു വാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കേസ് വകകളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രേഖാപരമായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കുറേ നാളുകളായിട്ടുണ്ടെങ്കിൽ, സ്വത്താവട്ടെ എന്തായിക്കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. ഇതിലൊക്കെ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധ വേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ വളരെയധികം കരുതലോടുകൂടി നീങ്ങേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അശ്രദ്ധയുണ്ടാവാം, പഠന കാര്യത്തിൽ നിങ്ങൾക്ക് വൈമുഖ്യം വരാം, വേണ്ടതുപോലെ ശ്രദ്ധിക്കാനോ അനുസരിക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു കാലഘട്ടമല്ല. അതിൻ്റെ ഒരു ഈശ്വരാധീന കുറവുണ്ട് എന്നുള്ളതാണ് സാരം. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രം, അതോടൊപ്പം തന്നെ വിദ്യാരാജഗോപാല മന്ത്രം ജപിക്കുന്നതൊക്കെ വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്. അതോടൊപ്പം തന്നെ സുദർശന യന്ത്രം ധരിക്കുന്നത് വൃശ്ചികക്കൂറുകാർക്ക് നല്ലതാണ്. ശനികവചം ധരിക്കുന്നതും ശനിക്ഷേത്ര ദർശനവും ഒക്കെ ഈ ഒരു പറഞ്ഞ അനുഭവത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ദൈവികമായിട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വൃശ്ചികക്കൂറുകാരോട്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനുക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ 4-ാം ഭാവത്തിൽ ശനിയും അതോടൊപ്പം 3-ാം ഭാവത്തിൽ രാഹുവും 7-ാം ഭാവത്തിൽ ആദിത്യനും ബുധനും 6-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 9-ാം ഭാവത്തിൽ ശുക്രനും രാഹുവും സഞ്ചരിക്കുകയാണ്. എല്ലാ ഗ്രഹങ്ങളുടെ ഇടയിലും ഓരോരോ അനർത്ഥം പോലെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ നല്ലതിൻ്റെ ഇടയിലും ചില ക്ലേശങ്ങൾ നിങ്ങൾക്ക് പിന്തുടരുന്ന ഒരു വാരമാണ്. എത്ര കണ്ട് നേരെ ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കർമ്മ മേഖലയിൽ ഒരു പുരോഗതി നിങ്ങൾക്കൊരു തൃപ്തി കുറയുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലും വേണ്ടുന്ന ഒരു തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമത്തിലുള്ള ഈ വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരമാണ്. ഉച്ചത്തിൻ്റെ ഒരവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എങ്കിലും അഷ്ടമത്തിലെ വ്യാഴം എന്നുള്ളത് എല്ലാം കൊണ്ടും ഒരു കഷ്ടതകൾ നിങ്ങളെ തോന്നിപ്പിക്കുന്നതാണ്. അകാരണമായ ടെൻഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ ഈ ഒരു ധനുക്കൂറുകാരൊന്ന് കരുതിയിരിക്കേണ്ടതാണ്. എങ്കിൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ ക്രമക്കേടുകളും വിഷമങ്ങളും വിട്ടുമാറും. അതോടൊപ്പം തന്നെ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ വാഹനാദി വിഷയങ്ങളിലുള്ള കേടുകൾ വിട്ടുമാറുന്നതും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ മാറുന്നതും വാഹനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനൊക്കെ സുഗമമാവുന്നതൊക്കെ വളരെ അനുകൂലമാണ്. നിത്യ ജോലി ചെയ്യുന്നവരെ, നിത്യവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതാത് ദിവസത്തെ ജീവിതത്തെ ചുറ്റിവെക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുക. അവരുടെ ബിസിനസ്സോ അല്ലെങ്കിൽ കച്ചവടവുമായി അവർക്ക് ദൂരത്ത് പോകാനും അതിനനുസരിച്ചുള്ള വരുമാന സ്രോതസ്സൊക്കെ വർദ്ധിക്കുമല്ലോ. അത്തരത്തിൽ അവരുടെ കർമ്മമേഖല കുറച്ചുകൂടി വ്യാപ്തി കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും സൗഹൃദവും സഹായവും ഒക്കെ കിട്ടുന്ന ഒരു വാരമാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അകാരണമായി സൗഹൃദങ്ങളിൽ കലഹം ഉണ്ടാവാം. അതോടൊപ്പം കുടുംബാംഗങ്ങളുമായി അകാരണമായ തെറ്റിദ്ധാരണകളിൽ നിങ്ങൾ പെട്ടുപോവാം. അതൊക്കെ ഒന്ന് കരുതേണ്ടതാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, ശനിക്ഷേത്ര ദർശനം, നീരാഞ്ജനം ഇതൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. മഹാദേവന് ധാര നടത്തുന്നതും അതോടൊപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതൊക്കെ ഈ കർക്കടക മാസം മുഴുവനായി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കർക്കടക മാസത്തിലുള്ള ആ 30 ആഴ്ചകളിലൊക്കെ ക്ഷേത്ര ദർശനവും വഴിപാടുകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു മാനസിക ഊർജം നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു ധനുക്കൂറുകാർക്ക് സുദർശന യന്ത്രം ധരിക്കുന്നത് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മാറുന്നതാണ്. കാരണം യന്ത്രങ്ങളുടെ രാജാവായിട്ടാണ് അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് സുദർശന യന്ത്രം. കാരണം ഏറ്റവും അതിൻ്റെ
വലിപ്പത്തെ, വ്യാപ്തിയെ സൂചിപ്പിക്കാനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ രാജാവിന്റെ സ്ഥാനം എന്നുള്ളതിന് സമമായിട്ടുള്ളതാണ് ഈ സുദർശന യന്ത്രം. അതിന് താഴോട്ടാണ് ഇത്ര എല്ലാ യന്ത്രങ്ങളും. അത്തരത്തിലുള്ള സുദർശന യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറ് രാശിനാഥനായ ശനി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. 2-ൽ രാഹു സഞ്ചരിക്കണു, 6-ാം ഭാവത്തിൽ ആദിത്യനും ബുധനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ 5-ാം ഭാവത്തിൽ ചൊവ്വയും 7-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കണു എന്നുള്ളതാണ് ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏറെക്കുറെ ഒരു സമാശ്വാസമായിട്ടുള്ളത്. ആ വ്യാഴത്തിന്റെ നേരെയായിട്ടുള്ള ദൃഷ്ടിയാണ്, ആ സ്വാമി ദൃഷ്ടിയാണ്. സ്വാമി ദൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാതിനിധ്യം അത്ര നിസാരമല്ല. വ്യാഴത്തിന്റെ ദൃഷ്ടി എന്നുള്ളത് വ്യാഴത്തിന്റെ സാന്നിധ്യം പോലെ തന്നെയാണ്. അത്തരത്തിൽ ആ വ്യാഴം എന്നുള്ള ഗ്രഹം പൂർണ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടി ചെയ്യുന്ന ഒരു രാശിയുമായിട്ടുള്ള ഒരു വളരെയധികം പരിവർത്തന യോഗം അവിടെ സംഭവിക്കുന്നുണ്ട് രാശികൾ തമ്മിൽ. അത് മകരക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. സ്ഥായിയായി മാനസികമായി ഒരു ലക്ഷ്യം കിട്ടുന്നതും ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കുറേ നാളുകൾക്ക് ശേഷം തളർന്നിട്ടുള്ള പല ആൾക്കാരും പല ക്ലേശങ്ങളിൽ നിന്നും അവർ മുന്നോട്ട് വരുന്ന ഒരു ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ മാനസിക ഊർജം വർദ്ധിക്കുന്നതോടൊപ്പം സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നതും ആരോഗ്യ ക്ലേശങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറുന്നതിനുള്ള ഒരു കാരണമുണ്ട്. വിദേശയാത്രകളും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ അനുകൂലങ്ങൾ ഉണ്ടാവും. ദാമ്പത്യ ജീവിതം സുഗമമായി പോകാനുള്ള ഒരു ഭാരമായിട്ട് മനസ്സിലാക്കാം ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച്. അവരുടെ 6-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ സ്വക്ഷേത്രാധിപതിയായ ബുധൻ ആദിത്യനോടുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് ആ അശുഭകാരകത്വമുള്ള ആദിത്യൻ അവിടെ ശുഭകാരകനായിട്ട് വർത്തിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്ന് കരുതലുണ്ടാവണം, അശ്രദ്ധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ പല ആൾക്കാരെയും കേൾക്കാം, അത്തരത്തിലായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ അകാരണമായ അശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവാം. കുട്ടികളെ സംബന്ധിച്ച് തുടർ പഠനത്തിന് അന്വേഷിക്കുന്നവരൊക്കെ അതൊന്ന് പോസ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്ര ദർശനം, തുളസിമാല, നെയ്വിളക്ക് എന്നുള്ളത് നിങ്ങൾ ചെയ്തു നോക്കൂ, വളരെയധികം മാറ്റം വരുന്നതാണ് അത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ. അതോടൊപ്പം വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ സഹായങ്ങളെ കൊണ്ടും പ്രത്യേകിച്ച് സൗഹൃദങ്ങളെ കൊണ്ട് സുഹൃത്തുക്കൾ വഴിയൊക്കെ ജോലി കിട്ടുന്ന ഒരു കാലഘട്ടം വളരെ അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് വാഹനാദി വിഷയങ്ങളിലുള്ള ക്ലേശം വിട്ടുമാറും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മധ്യവയസ്സും ചെറിയ വയസ്സും ഒന്നുമില്ല, എല്ലാവർക്കും ആരോഗ്യപരമായ കാര്യത്തിൽ മാറ്റം വരും എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. അതോടൊപ്പം പൂർവികമായ സ്വത്തുവകകൾ കിട്ടുന്നതും അതിൻ്റെ ഇടപാടുകളൊക്കെ സുഗമമായി പോകുന്നതിനൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. കുറേ നാളുകളായിട്ട് ഇല്ലേ സ്വത്ത് തർക്കങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ പറ്റും. അത്തരത്തിലുള്ള തർക്കങ്ങളിൽ നിന്ന് വിട്ടുമാറി അതൊക്കെ ഒരു എന്താ പറയുക, ഒരു അനുകൂലമായിട്ട് വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതോടൊപ്പം തന്നെ ശനികവചം ധരിക്കുന്നതും മകരക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറിൽ ജന്മരാഹു സഞ്ചരിക്കുന്നു. 2-ാം ഭാവത്തിൽ ശനിയും അതോടൊപ്പം തന്നെ 4-ാം ഭാവത്തിൽ ചൊവ്വയും 5-ാം ഭാവത്തിൽ ബുധനും ആദിത്യനും 6-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 6-ാം ഭാവത്തിലുള്ള വ്യാഴം നമുക്ക് എല്ലാവർക്കും അറിയാം. 6-ാം ഭാവം എന്നുള്ളത് ഒരു വിഘ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ആരോഗ്യത്തിനും മാനസികമായിട്ടും ഇല്ലേ മനോബല ഓജസംഭരം, മനസ്സിന്റെ ഓജസ്സും തേജസ്സിനെ ഒക്കെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോണു എന്നൊക്കെ ഇങ്ങനെ അവനവൻ തന്നെ ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴം 6-ൽ സഞ്ചരിക്കുമ്പോൾ. എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കുറയും എന്നാണ് ബേസ്മെന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലാണെങ്കിൽ ഈ വ്യാഴത്തിന്റെ 6-ാം ഭാവത്തിലുള്ള സഞ്ചാരം വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ നീങ്ങേണ്ടതാണ്. അത് നമ്മൾക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് എന്നല്ല, കരുതലാണ് ഇതിനൊക്കെ നമ്മൾക്ക് അടിസ്ഥാനം. അത്തരത്തിൽ ഈ കുംഭക്കൂറുകാർ കരുതലോടുകൂടി നീങ്ങേണ്ട കാലഘട്ടമാണ്. സാമ്പത്തികമായ വലിയൊരു സമാശ്വാസമാണ് അവരെ തേടി വരുന്നത്. സാമ്പത്തികമായി കുറേ നാളുകളായി, ഏതാണ്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് ഈ ശനിയോടുകൂടി ആരംഭിച്ചതായ സാമ്പത്തിക ക്ലേശങ്ങൾ ഈ കുംഭക്കൂറുകാർക്ക് വിട്ടുമാറാൻ വേണ്ടി പോവുകയാണ്. കുറേ കാര്യങ്ങളിൽ അവർക്ക് ഭൂമിപരമായ ഇടപാടുകൾ, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങൾ, ഇപ്പോൾ വീട് വാങ്ങാനും വിൽക്കാനൊക്കെ കൂടി എത്രയോ നാളുകളായിട്ട് അവരോട് നമ്മൾക്ക് പറഞ്ഞിട്ട് ഇനി ആൻസർ ഇല്ല. പല ആൾ ചോദിക്കുമ്പോഴും തിരുമേനി എന്താ, ഒന്നും പറയാനില്ല. കാരണം വിൽക്കും എന്ന് പറയുന്നല്ലാതെ അവർക്ക് വിറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കേസുകളുണ്ട്.
അതിനുള്ള ഒരു സമാധാനം വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊക്കെ ഇതിനായിരിക്കാം കാത്തിരുന്നത്, ജ്യോത്സ്യന്മാരൊക്കെ. അത്തരത്തിൽ വേണം ഇതിനെ ചിന്തിക്കാൻ. ഈ ഒരു കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള ഈ ശനിയോട് കൂടിയിട്ട് തടസ്സപ്പെട്ടു പോയതായ സാമ്പത്തിക ഭദ്രത അവർക്ക് തിരിച്ചു കൈവരുന്നതാണ്. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. മക്കളുമായും രമ്യമായി പോകുന്നതിനും കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ പോകുന്നതിനും അതോടൊപ്പം വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂല സ്ഥിതിയുമാണ് ഈ ഒരു കുംഭക്കൂറുകാർക്കുള്ളത്. ആരോഗ്യസ്ഥിതി വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രഹസ്യ രോഗങ്ങൾ നിങ്ങൾക്ക് ബാഹ്യമായി പ്രകടമാകുന്ന ഒരു കാലഘട്ടമാണ്. കുറേ നാളുകളായിട്ടുള്ള അസുഖാണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. ദന്തരോഗം, അസ്ഥിരോഗം, ശിരോരോഗം ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 2 മാസത്തിന് ശേഷം, ഈ ഒരു വാരഫലത്തിൽ പറയുകയാണെങ്കിലും 2 മാസത്തിന് ശേഷം വളരെയധികം അനുകൂല സ്ഥിതി വരാനുള്ള ആരോഗ്യകാര്യം ഈ ഒരു വാരത്തിലാണ് തുടങ്ങുക. ഏതാണ്ട് കർക്കടകം ചിങ്ങമാസത്തോടു കൂടിയിട്ട് കുറെ വർഷങ്ങളായിട്ടുള്ള അസുഖത്തിന് വിരാമം ഉണ്ടാവാൻ പോവുകയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അത്തരത്തിലുള്ള നല്ല ഭാഗ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാരത്തിൽ ചിന്തിക്കാനും കൂടി സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക പുരോഗതിയോടൊപ്പം തന്നെ വാഹനാദി വിഷയങ്ങളിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും. നിത്യം ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഗവൺമെന്റ് സർവീസ് ആവട്ടെ, നിത്യ ജോലി ചെയ്യുന്ന ആൾക്കാർ വൈകിട്ടാകുമ്പോഴേക്കും അവരുടെ കിട്ടുന്ന ഒരു പൈസ കൊണ്ട്, തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. അവരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കുറേ നാളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഏതുമാവട്ടെ, അത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സമ്പത്ത് ഉണ്ടാവുകയാണ്. കാരണം സമ്പത്ത് എന്നുള്ളത് അതാണ്. അത്തരത്തിൽ സമ്പത്ത് ഉണ്ടാവാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ശനിക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം ശനീശ്വരായ നമ എന്നുള്ള മന്ത്രം നിങ്ങൾ ജപിക്കുക. അതോടൊപ്പം തന്നെ നീരാഞ്ജനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം, ഭഗവതിക്ക് മുട്ട നിറക്കുന്നതും ഭഗവതി സേവ നടത്തുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. കുംഭക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ തന്നെയും ഈ മാസം അവസാനത്തോടുകൂടി, ഈ വാരം കഴിഞ്ഞ് അടുത്ത വാരത്തോടുകൂടി ആ ജന്മശനിയുടെ കാഠിന്യം കുറച്ച് കുറയുക. ഇപ്പോൾ തന്നെ ആ കാഠിന്യം കുറഞ്ഞിട്ടുള്ളത് വ്യാഴത്തിന്റെ ഒരു പൂർണ്ണ അനുകൂല സ്ഥിതി ആ ഒരു മീനക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 9ാം ഭാവം എന്നുള്ളത് വളരെ അനുകൂലപ്പെട്ടുള്ള ഭാവമാണ്. മഹാഭാഗ്യസ്ഥാനത്തേക്കാണ് അതിന്റെ ദൃഷ്ടി എന്നും കൂടി മനസ്സിലാക്കാം. അത്തരത്തിലാണെങ്കിൽ ഈ മീനക്കൂറുകാർക്ക് സമാധാനം ഉണ്ടാവുന്ന ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ തന്നെ വരുത്തി വെച്ചതായ പല ഇടപാടുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടാവാം. പ്രത്യേകിച്ച് ഈ ഭൂമി ഇടപാടുകളിൽ കാര്യത്തിലൊക്കെ ക്ലേശം ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമുണ്ട്. അതോടൊപ്പം തന്നെ വാഹനാദി ക്ലേശങ്ങൾ വിട്ടുമാറുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടതും ഭവന സംബന്ധപ്പെട്ടുള്ള നിർമ്മാണ വിഷയങ്ങൾ വളരെ പുരോഗതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. പകുതിയിൽ നിന്നുപോയ വീട് പണികളൊക്കെ പൂർത്തിയാക്കാൻ തുടങ്ങുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ 5ാം ഭാവത്തിലുള്ള ഈ വ്യാഴം എന്നുള്ളത് വളരെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. ആ പരസ്പരം 2 രാശികളും തമ്മിലുള്ള ബന്ധം ദൃഷ്ടിയോഗങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും കൊണ്ട് മീനക്കൂറിൽപ്പെട്ട ഈ ഒരു പൂരുട്ടാതി, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ട് അവരുടെ കാര്യങ്ങൾ വളരെ ഉദ്ദേശിച്ച രീതിയോടുകൂടി എല്ലാം ഫലസിദ്ധിയിലെത്തുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ സന്താനങ്ങളെ കൊണ്ട് ക്ലേശം ഉണ്ടാവുന്ന ഒരു വാരമാണ്. കുട്ടികൾക്ക് അസുഖം, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബുദ്ധിമുട്ട് പലതും ഉണ്ടാവാം. അത്തരത്തിലുള്ള ക്ലേശങ്ങൾ നിങ്ങളുടെ മാനസിക സമാധാനത്തേക്ക് എടുക്കാനുള്ള ഒരു കാലഘട്ടമാണ്. വിവാഹ ദാമ്പത്യ ജീവിതം സമാധാനപരമായി നീങ്ങും. അതോടൊപ്പം തന്നെ രണ്ടിടത്തായി താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് ഇനിയിപ്പോൾ ജോലി കാര്യത്തിനാവട്ടെ അത്തരത്തിലൊക്കെ ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു യോഗമാണ്. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കരസ്ഥമാകുകയും കർമ്മമേഖലയിൽ പ്രവേശിക്കുന്ന കുറേ വിദ്യാർത്ഥികൾ, പഠനം കഴിഞ്ഞിട്ടുള്ളവർക്ക് ആദ്യമായി ജോലിയൊക്കെ കിട്ടുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു മീനക്കൂറുകാർ. അതോടൊപ്പം തന്നെ നിത്യ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ദൂരദേശത്ത് പോകുന്നതിനും തീർത്ഥാടനത്തിനും മറ്റുള്ള വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള നല്ലൊരു കാലഘട്ടമാണ്. മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് അനാരോഗ്യസ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെട്ടു വരുന്നതാണ്. അവരെ സംബന്ധിച്ച് സന്ധിവേദനകളും അതോടൊപ്പം ശിരോരോഗം, ഉദരരോഗം, പാദരോഗം ഇത്തരത്തിലുള്ള രോഗങ്ങൾ കുറയേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഭഗവതി സേവ നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഇനി കർക്കടകം 1-ാം തീയതി മുതൽ ഈ വാരം അതിൻ്റെ ഇടയിൽ തന്നെ കർക്കടക മാസം ആരംഭിക്കുകയാണ്. അങ്ങനെ കർക്കടക മാസത്തിലൊക്കെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ഒരു മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള ഒരു ശനിക്ഷേത്ര ദർശനവും നീരാഞ്ജനവും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. ഇത്തരത്തിൽ ഈ ഒരു വാരത്തിൽ 27 നക്ഷത്രക്കാർ ധാർമ്മികമായ വിഷയങ്ങളിലൂടെ ഈ ഒരു വാരത്തിൽ ഐശ്വര്യത്തെയും അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും പെരിഗമന മന്ത്രശാലയിൽ നടത്തിവരാറുള്ള കർക്കടക മാസത്തിലെ
ആദ്യത്തെ 11 ദിവസത്തെ ഗണപതി ഹോമം, ഭഗവതി സേവ ഈ വർഷവും വളരെ പൂർവാധികം ഭംഗിയായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പേരും നാളും നിർദ്ദേശിക്കാം, നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ഫീസൊന്നും അടക്കേണ്ടതില്ല. ഇവിടെ എല്ലാ ദിവസവും അതിന് അർച്ചനകൾ നിങ്ങളുടെ പേരിൽ നടത്തുന്നതാണ്. ഭഗവതി സേവയും ഗണപതി ഹോമവും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.